നാണമില്ലയോടെ നിനക്കൊക്കെ? അന്തസ്സായിട്ട് ജീവിക്കണം, തെണ്ടിയല്ല ജീവിക്കണ്ടേ. ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറകിന് കിടക്കുക താങ്ങിക്കൊണ്ട്. പലപ്പോഴും പൈസ വാങ്ങാതെ നമ്മൾ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ വാങ്ങാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരും. അനിൽ പറഞ്ഞത് ശരിയാണ്. ഇവിടെയാണ് ഒരു ഓൺട്രപ്രനർ പേയ്മെന്റ് കളക്ഷൻ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. പേയ്മെന്റ് കളക്ഷൻ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, നമ്മൾ കസ്റ്റമറുടെ പേയ്മെന്റ് മെത്തേഡ് ആദ്യമേ വാങ്ങി വെക്കുക, എന്നിട്ട് കൃത്യമായ ടൈമിൽ ആ പേയ്മെന്റ് മെത്തേഡ് വെച്ചിട്ട് എമൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ഇവിടെ കസ്റ്റമർക്ക് അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അഡീഷണൽ എഫേർട്ട് ഇടേണ്ടി വരും. അത് എങ്ങനെയായാലും ഒരു സെല്ലർ അറിയുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും സെല്ലർ സർവീസ് ആദ്യമേ കൊടുത്തുപോയി കസ്റ്റമർ നിങ്ങളെ പറ്റിക്കുന്നു എന്നൊരു സിനാരിയോ വരില്ല. 2, നമ്മൾ അവരുടെ പിന്നാലെ നടക്കുന്നതിന് പകരം നിങ്ങൾക്ക് കൃത്യമായി ടെക്നോളജി ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ഡ്യൂ ആകുന്നതിന് മുന്നേ തന്നെ ഇന്ന ദിവസം നിങ്ങളുടെ ഇത്ര എമൗണ്ട് ഡ്യൂ ആണ്, ഇങ്ങനെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാനാകുമെന്ന്